But next question, 9th question ആണ്. Write a program that takes in a score and check if it is in the range of A, B, C, D or F using if else statement. അതായത് നമ്മളൊരു സ്കോർ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് സ്കോർ ടൈപ്പ് ചെയ്യാൻ പറയും. അന്നേരം ആ സ്കോർ ടൈപ്പ് ചെയ്യുമ്പോൾ അത് ചെക്ക് ചെയ്യണം. നമ്മൾ എഴുതിയേക്കുന്ന കോഡ് വെച്ചിട്ട് അത് ചെക്ക് ചെയ്യണം ഏത് റേഞ്ചിലാണ് ഈ സ്കോർ വരുന്നത്. ഏത് റേഞ്ചിൽ ആണ് ആ സ്കോർ വരേണ്ടതെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അഥവാ അത് വരണമെങ്കിൽ നമ്മൾ ഈ എ ബി സി ഡി എന്നുള്ളത് ഓരോന്നിനും ഓരോ റേഞ്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് കോഡ് എഴുതി സെറ്റ് ചെയ്യണം. എങ്ങനെ ഇപ്പൊ എ ഇപ്പൊ ഏതാ 90-ലാണ്, ബി ഇപ്പൊ 70-ആണ്. അപ്പൊ അതിന്റെ ഒരു റേഞ്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണ് കോഡ് റൈറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കോഡിലേക്ക് പോകാം. ആദ്യം സ്കോർ എന്ന് തന്നെ കൊടുത്തേക്കാം വേരിയബിള്. സ്കോർ ഈസ് ഈക്വൽ ടു ഇൻപുട്ട് കൊടുക്കണം. ഇൻപുട്ട് ഓഫ് എൻ്റർ സ്കോർ. ഓക്കെ, ഇൻപുട്ട് ഓഫ് എൻ്റർ ദ സ്കോർ ആണ് നമ്മൾ കൊടുത്തത്. ഇനി എന്തുവാ, ഇനി നമുക്ക് നേരത്തുള്ള മറ്റേ സ്റ്റേറ്റ്മെന്റിലോട്ട് വരണം. ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ, ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ് ഉപയോഗിക്കുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 ആണെങ്കിൽ എന്ത് വരണം? പ്രിന്റ് ഓഫ് ഡബിൾ കോട്സിനകത്ത് എന്ന് വരണം. ഓക്കെ, അപ്പൊ എയുടെ ഒരു റേഞ്ച് മാത്രമേ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അതായത് 100 അഥവാ 100-ൽ കൂടുതലോ സ്കോർ വരുവാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് പ്രിന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് എ പ്രിന്റ് ചെയ്യണം. അതേപോലെ ബിയും സിയും ഡിയും പിന്നെ എഫും നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിച്ചെടുക്കണം. അപ്പൊ അതിന് നമുക്ക് ഇഫ് എൽസ് അങ്ങനെ എഴുതണ്ട. ഇവിടെ എലിഫ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഉണ്ട്. അതായത് ഇഫ് എൽസ് കൂടെ കൂടിച്ചേർന്ന് എലിഫ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ എലിഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? പ്രിന്റ് ഓഫ് ഡബിൾ കോട്സിനകത്ത് ബി. ഓക്കെ, ബി വന്ന് ബി പ്രിന്റ് ചെയ്യണം. അടുത്ത എലിഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം? പ്രിന്റ് ഓഫ് ഡബിൾ കോട്സിനകത്ത് സി പ്രിന്റ് ചെയ്യണം. ഓക്കെ, എലിഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 കൊടുക്കുക. 70 ആണെങ്കിൽ പ്രിന്റ് ചെയ്യും. പ്രിന്റ് ഓഫ് ഡബിൾ കോട്സിനകത്ത് ഡി പ്രിന്റ് ചെയ്യണം. ഇപ്പം എ ബി സി ഡി വരായി. ഇനി നമുക്ക് എഫ് ലാസ്റ്റ് ആയിട്ട് കൊടുക്കാം. അല്ല, ഈ പറഞ്ഞ് ഒന്നും, അതായത് എയും 100, 90, 80, 70 ഇതൊന്നും അല്ല. ഇതിൽ കൂടുതലോ അഥവാ ഇതിൽ കുറഞ്ഞോ വേറെ എന്തെങ്കിലും ഒരു സ്കോർ വന്നാൽ എന്ത് പ്രിന്റ് ചെയ്യണമെന്നാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയി എൽസിൽ കൊടുക്കുക. ഇതുവരെ എലിഫ് കൊടുത്ത് ഇനി നമുക്ക് എൽസ് കൊടുത്ത് നിർത്താം. സ്റ്റേറ്റ്മെന്റ് അവിടെ നിർത്തി വെക്കാം. എൽസ് പ്രിന്റ് ഓഫ് എന്ത് പ്രിന്റ് ചെയ്യണം? ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയി എഫ്. ഓക്കെ, എഫ് ലാസ്റ്റ് അക്ഷര എഫ് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഞാൻ ഏതാ എന്റെ സ്കോർ നമുക്ക് നോക്കണമല്ലോ. സ്കോർ ഒരു 60 നോക്കാം. സ്ട്രിങ് എറർ കാണിച്ച് സ്ലൈസ് ബാക്ക് നോട്ട് സപ്പോർട്ട് ബിറ്റ്വീൻ ഇൻഷുറൻസ് 60 വന്നിട്ടില്ല. 60-ന്റെ നമ്മള് കൊടുത്തിട്ടില്ലെന്ന്. വേറെ എന്തെങ്കിലും ഒന്ന് റൺ ചെയ്ത് നോക്കാം. 80 നോക്കിയാട്ടെ, എവിടെയോ ഒരു എറർ വന്നു. എലിഫ് എറർ കണ്ടുപിടിക്കുന്നില്ലല്ലേ. B90 എലിഫ്
കിട്ടി. നമ്മളിപ്പോ ഇന്റിജർ അല്ലേ, നമുക്ക് സ്കോർ എന്ന് പറയുമ്പോൾ ഇന്റിജറാ. അപ്പൊ നമുക്ക് ഇന്റ് ഓഫ് കൊടുത്തില്ല. അപ്പൊ ഇന്റ് ഓഫ് കൊടുത്താല് വരത്തുള്ളൂ. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. എററൊക്കെ വരണോ? എറർ വരാതെ ഒരു കോഡ് ചെയ്യുന്ന ആളുടെ കോഡിങ് പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കൊരു 80 കൊടുത്തു നോക്കാം. ഓക്കെ, സി വരുന്നുണ്ട്. അത് 80 സ്കോർ 80 ആണെങ്കിൽ അതിന്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു സിക്കകത്ത് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നേരത്തെ കൊടുത്ത 60 തന്നെ കൊടുത്തു നോക്കാം. എറർ വന്നപ്പോൾ 60 കൊടുത്തപ്പോൾ നേരത്തെ ഇന്റ് കൊടുക്കാത്തോണ്ട് എററായി. F1, അതായത് F വരാൻ കാരണം എന്ന് പറയുമ്പോൾ 60 നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അതാ ഇതൊന്നും ഇല്ലാത്ത സെറ്റ് ചെയ്യാത്ത സ്കോറാ വരുന്നെങ്കിൽ എൽസിനകത്ത് നമ്മൾ എഫ് വരാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ടെർമിനലിനകത്ത് ഇവിടെ അല്ലായിരുന്നു, സോറി, റണ്ണിനകത്ത് കണ്ടോ എഫ് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഇത് ചെയ്ത് നോക്കുക.